കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് പരാതിക്കാരനായ ലിബിന്റെ പിതാവ് പീരുമേട് സ്വദേശി ലക്ഷ്മണ പെരുമാൾ. മകൻ റാഗിങ്ങിന് ഇരയായ വിവരം മുമ്പ് പറഞ്ഞിരുന്നില്ലെന്നും ഭീഷണി ഉള്ളതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയാതിരുന്നത് എന്നും പിതാവ് പറഞ്ഞു. വീട്ടിൽ നിന്നും മാസം തോറും കൊടുക്കുന്ന പണം സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി വാങ്ങുകയും മകനെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായും ലക്ഷ്മണ പെരുമാൾ വ്യക്തമാക്കി. ലിബിൻ്റെ അച്ഛനാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. ലിബിൻ്റെ അച്ഛനാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. സംഭവം ലിബിൻ രാത്രി വിളിച്ചോന്ന് ചോദിച്ചു. ലിബിൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പം കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയും ചെയ്തു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പല ദിവസങ്ങളായിട്ട് പല നാളുകളായിട്ടും കോളേജിലെ സീനിയർ പിള്ളേർ തല്ലിയും പൈസ വയ്ക്കും, അവർ ഭീഷണി ചെയ്യുകയും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തു ചോദിച്ചപ്പോൾ അവർ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി ആക്ഷൻ എടുക്കുമ്പോൾ പോലീസ് പരാതി എടുക്കട്ടെ, അതിൻ്റെ പരാതി കിട്ടട്ടെ, അത് വേണ്ട ആക്ഷൻ എടുക്കാം. ഇപ്പം നിലവിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിലവിൽ നമ്മളതൊന്നും സംഭവം അറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുട്ടിയെ വിളിക്കുകയും ഞാൻ അച്ഛനെ വിളിക്കുകയും പപ്പ എൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു, വീട്ടിലോട്ട് വിളിക്കാൻ പേടിയായിരുന്നു. നിരന്തരം ഭീഷണിയും ശല്യം ചെയ്യും, പൈസ വയ്ക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല. കൂടെ ഉള്ള പിള്ളേരെ കൂടുതൽ ഓർത്തിച്ച് കുത്തുകയും വെട്ടുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പ്രിൻസിപ്പാളിന് പറയും. പ്രിൻസിപ്പാൾ കേസെടുത്ത് സസ്പെൻഡ് നിലവിൽ ചെയ്തിട്ടുണ്ട്. പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. കേസ് മുന്നോട്ട്